തീരം കാക്കുന്ന പോരാളികളുടെ രക്ഷാകരങ്ങൾ സുശക്തമാണെന്ന് അവർ വീണ്ടും തെളിയിക്കുകയാണ്. ഇന്ത്യൻ തീരത്തെ ഉൾക്കടലിലെ ഓരോ ചലനവും തീരസേനയ്ക്ക് കൃത്യമായി അറിയാം. കടലിന്റെ മുകളിലൂടെ പറന്ന വിമാനം യന്ത്രത്തകരാർ മൂലം കടലിൽ പതിച്ചു. രക്ഷകരായി ദാ വരുന്നു കോസ്റ്റ് ഗാർഡ്. സിഗ്നൽ പിസ്റ്റൽ ഫയർ ചെയ്ത മറ്റു വിമാനങ്ങളെയും കൂടെ കൂട്ടി. തൽക്ഷണം ഇന്ത്യൻ നേവി അപകടമുനമ്പിലേക്കെത്തി ലൈഫ് ക്രാഫ്റ്റുകളുമായി. പിടിവള്ളിയായി കിട്ടിയ ലൈഫ് ക്രാഫ്റ്റിലൂടെ യാനം തൊട്ട് യാത്രികർ. Survivor has been recovered by the use of Jason Cradle. This Jason Cradle lifting frame has been designed to improve and rescue the survivor safely. അവസാനവട്ട ഡ്രോൺ നിരീക്ഷണത്തിന് റിമോട്ട് സംവിധാനത്തിലൂടെ രക്ഷാപ്രവർത്തനം സാധ്യമാക്കുന്ന ലൈഫ് ബോയ്സും ഇറങ്ങി. Now as we can witness, the drone has been successfully dropped a live buoy on a survivor for its rescue. These live buoys are also provisioned with red and green lights which will enable the recovery of live buoy precisely even in low visibility or in night conditions. കടലിൽ കത്തിയമർന്ന കപ്പലിന്റെ രക്ഷകരായി ചീറിപ്പാഞ്ഞ രക്ഷാകരങ്ങളുമായി വീണ്ടുമെത്തി കോസ്റ്റ് ഗാർഡ്. ദൗത്യമെല്ലാം പൂർത്തിയാക്കി അഭിമാനത്തോടെ മടക്കം. Fishermen who sail out and put their own lives in peril, or a situation which requires us to respond immediately. കടൽ തിരകളെ ഭേദിച്ച് പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് തീരം കാക്കുന്ന നമ്മുടെ സേന ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ്. ഇന്ത്യൻ തീരത്തിന് സുരക്ഷയൊരുക്കുന്ന ഓരോ ഭടന്മാരും പറയുന്ന ആപത്വാക്യം വയം രക്ഷാമ, ഞങ്ങൾ സംരക്ഷിക്കും. നമുക്കവരെ വിശ്വസിക്കാം. നിഖിൽ ജോസഫിനൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.